السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. الجواب ഗ്രൂപ്പിലെ ആദരണീയരായ സയ്യിദന്മാർ, പണ്ഡിതന്മാർ, നേതാക്കൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, പരിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ ആണ് നാം ചർച്ച വിധേയമാക്കുന്നത്. സൂറത്തുൽ ലുഖ്മാനിലെ 17-ാമത്തെ സൂക്തം മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ പ്രിയപ്പെട്ട മകനോട് ഉപദേശിച്ച പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. എൻ്റെ പ്രിയപ്പെട്ട മകനെ, നീ നിസ്കാരത്തെ മുറപ്രകാരം അനുഷ്ഠിക്കുക. വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ, സദാചാരത്തെ കൽപ്പിക്കുകയും ദുരാചാരത്തെ നിരോധിക്കുകയും ചെയ്യുക. വസ്ബിർ അലാ മാ അസാബക, നിനക്ക് സംഭവിക്കുന്ന വിഷമങ്ങളിൽ നീ ക്ഷമിക്കുക. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, നിശ്ചയം ഇവകളെല്ലാം നിർബന്ധ കാര്യങ്ങളിൽപ്പെട്ടതാകുന്നു. മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു നൽകിയ ഉപദേശം വളരെ ഫലപ്രദമായ, അർത്ഥവത്തായ, ചിന്താർഹമായ ഈ ഉപദേശം നാം ഒരു പഠന വിധേയമാക്കുകയാണെങ്കിൽ അത് വല്ലാത്തൊരു സംഭവമാണ്. ബഹുമാനപ്പെട്ടവർ ആദ്യമായി തൻ്റെ മകനോട് പറഞ്ഞത് നീ ശിർക്ക് ചെയ്യരുത് എന്നാണ്. ലാ തുശ്രിക് ബില്ലാഹ്, സൃഷ്ടാവായ അല്ലാഹുവും സൃഷ്ടികളായ നാമും തമ്മിൽ ഏറ്റവും വലിയ ബാധ്യതയായി നിലനിൽക്കുന്ന കാര്യമാണ് ശിർക്കിനെ സൂക്ഷിക്കുക എന്നുള്ളത്. ആദ്യം ശിർക്കിനെ കുറിച്ച് പറഞ്ഞു, എന്നിട്ട് ആ ശിർക്ക് അതിൻ്റെ ഗൗരവാവസ്ഥയെക്കുറിച്ച് രണ്ടാമത് പറഞ്ഞു. ഇന്ന ശിർക ലദുൽമുൻ അളീം. തുടർന്ന് ശിർക്ക് ഉപേക്ഷിക്കുമ്പോൾ, ശിർക്കിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുമ്പോൾ അതിന് ലാസിമാകുന്ന, അതിനാൽ നിർബന്ധമാകുന്ന കാര്യമാണ് തൗഹീദ്. അല്ലാഹുവിലുള്ള സമ്പൂർണമായ ഏകത്വ വിശ്വാസം. അത് നിർദ്ദേശിക്കുന്ന ആ നിർദ്ദേശങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമായതുകൊണ്ടാണ് ആദ്യം ശിർക്കിനെക്കുറിച്ച് പറഞ്ഞു. അത് പരിപൂർണമായി ഒഴിവാകുമ്പോൾ അവിടെ പ്രകടമായി വരുന്നത് അല്ലാഹുവിലുള്ള തൗഹീദാണ്. ഇനി പറയാൻ പോകുന്നത് ആ തൗഹീദ് ഒരാളിൽ പരിപൂർണമായി രൂഢമൂലമായാൽ അവനിൽ പ്രകടമാകേണ്ട ഒരവസ്ഥാവിശേഷമാണ് സമ്പൂർണമായും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴടങ്ങുക എന്നുള്ളത്.
അതിന്റെ പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ നിസ്കാരം എന്ന് പറയുന്നത്. വമസലു കലിമത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാ. വമസലു കലിമത്തിൻ ത്വയ്യിബത്തിൻ കശജറത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാ. പരിശുദ്ധമായ തൗഹീദ് ഒരാളിൽ രൂഢമാകുന്നത് അതിനെ ഉദാഹരിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, നല്ല ഉറച്ചു നിൽക്കുന്ന, ഭൂമിയിൽ നല്ലപോലെ പ്രതിഷ്ഠ നേടിയ ഒരു വൃക്ഷം പോലെയാണത്. അതിന്റെ ശാഖകളെല്ലാം മുകൾ ഭാഗത്തായിരിക്കും. ആ ശാഖകളാണ് നിസ്കാരാദി കർമ്മങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരമായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യുക, സമ്പൂർണ്ണ സമർപ്പണം നടത്തുക എന്ന ആ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരമായതുകൊണ്ടാണ് നിസ്കാരത്തെക്കുറിച്ച് പറയുന്നത്. അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹ അസ്സലാ. മനുഷ്യനവന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായത് നിസ്കാരമാകുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂലും ദീനുൽ ഇസ്ലാമും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ നിസ്കാരം നിർവഹിക്കാനാണ് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അംഗീകാരം ലഭിച്ച ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആലയുടെ ഉപദേശത്തിലുള്ളത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെ ഉപദേശത്തിലെ നിസ്കാരവുമായി ബന്ധപ്പെട്ട നിർദ്ദേശം അഖിമിസ് സ്വലാത്ത എന്നാണ്. നിസ്കാരത്തെ യഥാവിധി നിർവഹിക്കുക, നിസ്കാരത്തെ മുറപ്രകാരം നിർവഹിക്കുക. ഇമാം സാവി അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞു, ഇഖാമത്തു സ്വലാത്ത് എന്ന വെറും നിസ്കരിക്കുക എന്നല്ല, മറിച്ച് അദാഉഹാ ബിശുറൂത്തിഹാ വ അർക്കാനിഹാ വ ആദാബിഹ. നിസ്കാരത്തിന്റെ ഷർത്തുകളും ഫർളുകളും അദബുകളും പരിപൂർണമായ രൂപത്തിൽ നിർവഹിച്ച് നിസ്കരിക്കുക, അതെല്ലാം ഉൾക്കൊള്ളിച്ച് നിസ്കരിക്കുക. ഷർത്തും ഫർളും ഇല്ലെങ്കിൽ നിസ്കാരം തന്നെ ഉണ്ടാവില്ല. അതിന് നിസ്കാരം എന്ന് പറയാനല്ല, ഒരാൾ ഉളൂ ചെയ്യാതെ നിസ്കരിച്ചാൽ, ഔറത്ത് മറക്കാതെ നിസ്കരിച്ചാൽ, ഒരാള് ഖിബ്ലയിലേക്കല്ലാതെ തിരിഞ്ഞ് നിസ്കരിച്ചാൽ അതിന് നിസ്കാരം എന്ന് പറയില്ല. അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ ഘടകങ്ങളാകുന്ന ഫർളുകൾ, അർക്കാനുകൾ, അതുപേക്ഷിച്ചാലും നിസ്കാരം അവിടെ ഉണ്ടാവില്ല. അതേ സമയത്ത് നിസ്കാരം ഷർത്തുകളും ഫർളുകളൊക്കെ പാലിച്ചാൽ നിസ്കാരത്തിന്റെ രൂപവും ഭാവവും ഒക്കെ അവിടെ ഉണ്ടാവും. പക്ഷേ അദബുകളില്ല എങ്കിൽ ആ നിസ്കാരം വേണ്ടത്ര ഫലവത്താവുകയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അല്ലാഹു തആല നിസ്കാരത്തെക്കുറിച്ച് എവിടെ സ്ഥലത്ത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ അതിൽ 80% അല്ല 90% സ്ഥലങ്ങളിലും ഇഖാമത്തു സ്വലാത്താണ് പറഞ്ഞത്. ഇന്ന് സമൂഹത്തിൽ നിന്നും പറ്റെ അപ്രത്യക്ഷമായ ഒരു കാര്യവും കൂടെയാണ് ആ ഇഖാമത്തു സ്വലാത്ത്. ഇഖാമത്തു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ വെറും നിസ്കരിക്കൽ എന്നല്ലല്ലോ. നിസ്കാരത്തിന്റെ നിയമങ്ങൾ, അതിന്റെ ബാധ്യതകൾ, അതിന്റെ അദബുകൾ, അത് പരിപൂർണമായി നിർവഹിക്കുമ്പോഴേ ഇഖാമത്തു സ്വലാത്ത് ഉണ്ടാവുകയുള്ളൂ. ബഹുമാനപ്പെട്ട ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും പരിപൂർണമായ ഇബാദത്തായ നിസ്കാരം
ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വാസപരമായ കാര്യങ്ങളാണ്. തഫ്സീർ റൂഹുൽ ബയാനിൽ കാണാം, നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പരിപൂർണമായ ഇബാദത്തായ നിസ്കാരത്തെ നീ സമ്പൂർണമായി നിർവഹിക്കുക. ഇൽമും വിശ്വാസവും പരിപൂർണമാക്കിയതിന്റെ ശേഷം നിനക്ക് ഏറ്റവും കൂടുതൽ നിർബന്ധമായ കാര്യം നിസ്കാരം നിർവഹിക്കലാണ്. തൗഹീദാണ്. ആ തൗഹീദിനെ പ്രതിഫലിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പ്രക്രിയയാണ് നിസ്കാരം എന്ന് പറയുന്നത്. അതിംഹ എന്നാണ്. നിസ്കാരത്തെ ദവാമ് ചെയ്യുക, നിസ്കാരത്തെ പരിപൂർണമായി പതിവാക്കുക, നിസ്കാരത്തിന് വലിയ സ്ഥാനമാനങ്ങൾ നൽകുക. നിസ്കാരം പരിപൂർണ രൂപത്തിലാകണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തെക്കുറിച്ച് വിശേഷിപ്പിച്ച ഒരു വിശേഷണമുണ്ട്. അതെന്താ? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം എന്ന് പറയുന്നത് ഫഹ്ശാഇനെയും മുൻകറിനെയും, നിഷിദ്ധ കാര്യങ്ങളെയും മോശമായ കാര്യങ്ങളെയും തടയുന്നതാണ്. അപ്പൊ നിസ്കരിക്കുന്ന ഒരാളുടെ വക്കൽ നിന്ന് ഒരിക്കലും തന്നെ നിഷിദ്ധമായ കാര്യങ്ങൾ ഉണ്ടാവില്ല. നിസ്കരിക്കുന്ന ആള് കളവ് പറയില്ല, നിസ്കരിക്കുന്ന ആള് ഗീബത്ത് പറയില്ല, നിസ്കരിക്കുന്ന ഒരാള് പലിശ തിന്നൂല, നിസ്കരിക്കുന്ന ഒരാള് വഞ്ചിക്കില്ല. നിസ്കാരം യഥാർത്ഥത്തിൽ നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവന്റെ വക്കൽ നിന്ന് ഒരൊറ്റ മുങ്കറും വരില്ല, ഒരൊറ്റ ഫഹ്ശാവും വരില്ല. റൂഹുൽ ബയാനിൽ കാണാം, ഫമൻ കാന മുന്തഹിയൻ അൻഹുമാ, ഫഹ്ശാ മുങ്കറിനെ തൊട്ട് നിസ്കരിക്കുന്ന ഒരാള് ഒഴിഞ്ഞു നിൽക്കുന്നവനാണെങ്കിൽ ഫൈനഹു ഫിസ്സലാ, നിസ്കാരത്തിൽ അവിടെയാണോ നിസ്കാരത്തിലാകുന്നത്. സകല സമയത്തും നിസ്കാരത്തിന്റെ പ്രതിഫലനം അവനിൽ പ്രകടമാവുകയാണ് ചെയ്യുക. വൈലം യകുൻ അലാ ഹൈഅതിഹ, അത് നിസ്കാരത്തിന്റെ രൂപത്തിലല്ലെങ്കിലും ശരി, അതിന്റെ പ്രതിഫലനം അവനിൽ ഉണ്ടായാൽ മതി. അപ്പോൾ നിസ്കാരത്തിലാണെന്ന് പറയാൻ കഴിയും. അതല്ല, അവൻ ആ നിസ്കാരം നിർവഹിക്കുന്നതോടുകൂടെ തന്നെ ഫഹ്ശാ മുൻകറിനെ തൊട്ട് ഒഴിവാകുന്നില്ലെങ്കിലോ അവൻ നിസ്കാരത്തിന്റെ രൂപവും ചേലും കോലൊക്കെ അവൻ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ നിസ്കാരത്തിലല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് റൂഹുൽ ബയാനിൽ കാണാം. അപ്പോൾ ചുരുക്കത്തിൽ നിസ്കാരം നിർവഹിക്കണം, അത് യഥാവിധി നിസ്കാരം ആവുകയും ചെയ്യണം. കേവലം ഒരു നാടക അഭിനയമോ കാട്ടിക്കൂട്ടലുകളോ നിസ്കാരത്തിന്റെ വകുപ്പിൽ പറ്റില്ല. ഇതാണ് അഖിമിസ് സ്വലാത്ത എന്നതുകൊണ്ടുള്ള വിവക്ഷ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ അവന്റെ ശരീരത്തെ സംസ്കരിക്കാനും അതിനെ ചൊവ്വായ റൂട്ടിലൂടെ ഗമിപ്പിക്കാനുമുള്ള പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ നിസ്കാരം എന്ന് പറയുന്നത്. നിസ്കാരം എന്ന് പറയുന്നത് എല്ലാ ഖൈറുകളുടെയും എല്ലാ നന്മകളുടെയും അതിന്റെ വിളനിലമാണ്, അതിന്റെ അഭയകേന്ദ്രമാണ്, അതിന്റെ കേന്ദ്രം ബിന്ദുവാണ് യഥാർത്ഥത്തിൽ നിസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി ആദ്യമായി കൽപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചെയ്തു കൊടുക്കേണ്ട കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ കർമ്മം നിർവഹിക്കുകയാണ്. അങ്ങനെ സ്വയം സംസ്കൃതനായി, സ്വയം പരിശുദ്ധനായി, സ്വയം നല്ലവനായിത്തീരുമ്പോൾ ഇനി അടുത്ത നിർദ്ദേശം ബഹുമാനപ്പെട്ടവർ നൽകുന്നത് വഅ്മുർ ബിൽ ഹുർഫി,
വൻഹാനിൽ മുങ്കരി, സദാചാരത്തെ കൽപ്പിക്കുകയും ദുരാചാരത്തെ നിരോധിക്കുകയും ചെയ്യുക എന്നതാണ്. ഒരാള് ആദ്യമായി നന്നാക്കേണ്ടതും സംസ്കരിക്കേണ്ടതും സ്വന്തം ശരീരത്തെയാണ്. ഖൂ അംഫുസക്കും വഅഹ്ലീക്കും നാറ. നരകത്തിനെ തൊട്ട് ആദ്യമായി കാക്കേണ്ടത് സ്വന്തം ശരീരത്തെയാണ്. അത് കഴിഞ്ഞാൽ അയാളുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള റിലേഷനെയാണ്, അയാളെ ബന്ധപ്പെട്ട ബന്ധുക്കളെയാണ്. അപ്പൊ ആദ്യമായി സ്വയം തൗഹീദിൽ ഉറച്ച് അള്ളാഹുവിന്റെ പരിപൂർണ അടിമയായി മറ്റൊന്നിനും ഒരു നിലക്കും അടിമത്വം കൽപ്പിക്കാത്തവനായി നിലനിന്ന് പിന്നെ മനുഷ്യ സൃഷ്ടിപ്പിന്റെ യഥാർത്ഥ ഉദ്ദേശമാകുന്ന മാരിഫത്തും അള്ളാഹുവിനോട് അടുക്കലും അള്ളാഹുവിന് മുഷാഹദത്ത് നടത്തലും അള്ളാഹുവായിട്ട് കണ്ടുമുട്ടലും ഒക്കെ ആകുന്ന ആ പ്രധാന ഉദ്ദേശങ്ങൾ നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രബോധനമാണ്, ദഅവത്ത്. അതാ പിന്നെ നിർദ്ദേശിക്കുന്നത്. പക്ഷെ ദഅവത്ത് നടത്തുന്ന ആൾ സ്വയം സംസ്കൃതനായിരിക്കണം എന്നുകൂടി ഇതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുകയാണ്, ഇതിന്റെ ആശയത്തിൽ ഉൾപ്പെടുകയാണ്. സ്വയം സംസ്കൃതനായി സ്വയം നന്നായി പിന്നെ അയാളുടെ നിർബന്ധ ബാധ്യത റബ്ബിനെക്കുറിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ലോകത്തിന്റെ മുമ്പിൽ റബ്ബിനെയും അള്ളാഹുവിന്റെ മഹത്തായ വിശേഷണങ്ങളെയും അള്ളാഹുവിനെയും കുറിച്ച് ജനങ്ങൾക്ക് ബോധമുണ്ടാക്കി കൊടുക്കൽ, അതാണ് മുഅ്മിനായ മനുഷ്യന്റെ നിർബന്ധമായ കടമ, സാമൂഹ്യ കടമ. ഒന്ന് ദഅവത്ത്, അത് വലിയ സംഭവമാണ്. ദഅവത്ത് യഥാർത്ഥത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അതിമഹത്തായ ഒരു ബാധ്യതയാണ്.